സർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സംരക്ഷകർ എന്ന രീതിയിലാണ് അമേരിക്ക പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിൽ അത്ര സുഖത്തിലല്ല. മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഊർസുല വാൻ ഡർ ലെയൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി. അതൊരു സൈനിക സഹായത്തിന് വേണ്ടിയിട്ട് കൂടിയാണോ? നമ്മൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ചർച്ചയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. പുതിയൊരു സുഹൃത്ത് ഉണ്ടായി വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രതിരോധ ജേണലുകളുണ്ടല്ലോ, ഡിഫൻസ് ജേണൽസ്, പട്ടാള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ജേണലുകളിൽ വരുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വന്നതിന് ഈ യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ വന്നതിൻ്റെ പിന്നിൽ വേറൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാറ്റോ ഉള്ളതുകൊണ്ട്, അമേരിക്കയുടെ സഹായമുള്ളത് കൊണ്ടുമൊക്കെ യൂറോപ്പ് പൊതുവെ പ്രതിരോധ ബജറ്റ് കാര്യമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കില്ല, മാറ്റിവെക്കില്ല. പൈസ ഈ ആയുധ നിർമ്മാണം, പട്ടാളം, സൈനിക ശേഷി കൂട്ടൽ, ഇതൊക്കെ ചെറിയ രാജ്യങ്ങളാണല്ലോ. ഇന്ത്യയൊക്കെ ചൈനയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ രാജ്യങ്ങളാണ്. വലിയ ബഡ്ജറ്റൊന്നും അവർ ചിലവാക്കാറില്ല. അതിന് അമേരിക്ക സഹായിച്ചോളും എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട്. യുക്രൈൻ യുദ്ധം വന്നപ്പോഴാണ് അവിടുത്തെ GDP-യുടെ 2% ആയത്. യുക്രൈന് കുറേ പൈസ ചിലവാക്കിയല്ലോ ആയുധം കൊടുക്കാനൊക്കെ. അങ്ങനെയാണ് പ്രതിരോധ ചെലവ് 2% ആയത്. അതിലും താഴെയായിരുന്നു ഈ പ്രതിരോധത്തിന് വേണ്ടി അവർ നീക്കി വയ്ക്കുന്ന തുക. യൂറോപ്പ് പൊതുവെ പരസ്പരം സഹായിച്ചോളും, നാറ്റോ രാജ്യത്തിൽ ഒരെണ്ണത്തിനെ ആക്രമിച്ചാൽ എല്ലാത്തിനെയും ആക്രമിച്ച പോലെയാണ്, ഇത്ര മതി എന്ന് ധരിച്ചു പോയതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇനി അമേരിക്ക യൂറോപ്പ് ഒരു അകൽച്ച വന്നല്ലോ. അമേരിക്കയിൽ നിന്ന് ഇനി വലിയ സഹായമൊന്നും കിട്ടില്ല. ഇനി യൂറോപ്പിൻ്റെ കാര്യം നോക്കിക്കൊള്ളണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നയം. GDP-യുടെ 55% പ്രതിരോധ ചെലവ് യൂറോപ്പ് വഹിച്ചോളണം എന്ന് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ യൂറോപ്പിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഈ കാര്യങ്ങളിലൊക്കെ വലിയ മികവുണ്ടല്ലോ. നമ്മൾ ആയുധം, മിസൈലുകൾ, റോക്കറ്റുകളില്ലേ, വിമാനങ്ങൾ, പോർവിമാനങ്ങൾ, തേജസ് ഒക്കെ പോലെ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. അഗ്നി തുടങ്ങി ഇല്ലേ, മിസൈലുകളൊക്കെ. നമ്മൾ ആയുധ വ്യാപാരം നടത്തുന്നുണ്ട് പല രാജ്യങ്ങൾക്കും, 100ഓളം രാജ്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ യൂറോപ്പിന് ഒരു സൈനിക കവചം, പട്ടാള കവചം ഇന്ത്യ തീർക്കണം. ഈ മേഖലയിൽ ഇന്ത്യ ഒരു നിർണായക സ്വാധീനവുമാണ്. ഇപ്പോൾ ഹൂത്തികൾക്കെതിരെ മറ്റേ ചെങ്കടലിൽ തന്നെ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഒരു വ്യൂഹം ഉണ്ടായിരുന്നു. അതെ, അത് നമ്മുടെ യുദ്ധക്കപ്പലുകളെ ആക്രമിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയും യൂറോപ്പിനും കൂടി സഹായത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ കപ്പലുകളെയൊക്കെ സംരക്ഷിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ ചാരന്മാർ മറ്റേ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മളുടെ ഓപ്പറേഷനൊക്കെ രഹസ്യമായിട്ട് നടത്താറുമുണ്ട്. നമ്മുടെ ആ മേഖലയിലൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ മുഴുവൻ കമ്മീഷണർമാരുമായിട്ട് ഒരു യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത്, അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തെത്തുന്നത്. 21 യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർമാരുമായിട്ടാണ് ഉർസുല മോദിയെ കാണാനെത്തിയത്. അത്രയും കമ്മീഷണർമാർ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലുള്ള എല്ലാത്തിൻ്റെയും ചർച്ച ആ കൂട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നർത്ഥം. നയതന്ത്രവും കച്ചവടവും മാത്രമൊന്നുമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നാറ്റോ പഴയതുപോലെ ഇനിയില്ല. നാറ്റോയിൽ മറ്റേ അമേരിക്കയുടെ സ്വാധീനവും പഴയ പോലെ ഉണ്ടാകാൻ സാധ്യതയില്ല. GDP-യുടെ 55% ഈ നാറ്റോയിലെ അംഗരാജ്യങ്ങൾ, നാറ്റോയുടെ ചെലവിൻ്റെ, അമേരിക്ക മാത്രമാണല്ലോ ഇപ്പോൾ കൂടുതൽ ചെലവ് വഹിക്കുന്നത്. അതുപോരാ, GDP-യുടെ 55% അംഗങ്ങൾ വഹിക്കണം എന്ന് ട്രംപ് ഇപ്പോൾ നിർബന്ധപൂർവം പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധ ചെലവ് വഹിക്കണം, ബാക്കിയേ അമേരിക്ക വഹിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ചെലവ് അമേരിക്കൻ പട്ടാള ഈ പ്രതിരോധ ചെലവായിട്ട് പോലും വരുന്നില്ല. അതാണ്
യൂറോപ്പ് വഹിക്കണം എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പോൾ യൂറോപ്പിൻ്റെ സുരക്ഷ ഒരു വിഷയമല്ല, അത് യൂറോപ്പ് തിരിച്ചറിയുന്നു. അമേരിക്കയ്ക്ക് അതിർത്തി സംരക്ഷണം, അതാണല്ലോ ഈ കാനഡ മെക്സിക്കോ അതിർത്തി വഴി കുടിയേറ്റക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞത്. അതിർത്തി സംരക്ഷണം, പിന്നെ ചൈനയ്ക്കെതിരെ ഉള്ള പ്രതിരോധം, ഇതൊക്കെയാണ് അമേരിക്കയുടെ പ്രയോറിറ്റീസ്, മുൻഗണനാ വിഷയങ്ങൾ. 32 നാറ്റോ രാജ്യങ്ങളിലുണ്ട്, അതിൽ 23 യൂറോപ്യൻ രാജ്യങ്ങളാണ് 32-ൽ. യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു, ഇപ്പോൾ GDP-യുടെ 2% പിന്നെ മറ്റേ നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ട്. അത് മറ്റേ യുക്രൈൻ യുദ്ധം വന്നതുകൊണ്ടാണ്. ജൂണിലെ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട്. ആ ഉച്ചകോടിയിൽ വെച്ചിട്ട് ഇത് കൂട്ടുന്ന കാര്യം കൂടി ചർച്ച ചെയ്യാനാണല്ലോ ജൂണിൽ ഉച്ചകോടി നടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ. അപ്പോൾ ഈ കോസ്റ്റ, ഇപ്പോൾ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡൻ്റായ കോസ്റ്റ മുമ്പ് പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്നു. 23 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യുക്രൈൻ യുദ്ധം മുതൽ GDP-യുടെ 2% ഇപ്പോൾ ചിലവാക്കുന്നുണ്ട്. ആ 2% ആയപ്പോൾ തന്നെ അവരുടെ പ്രതിരോധ ചെലവിൽ 30% വർധന ഉണ്ടായി. അതാണ് അതിൻ്റെ കണക്ക്. റഷ്യയാണിപ്പോൾ മുഖ്യ ശത്രു യൂറോപ്പിൻ്റെ എന്ന് യൂറോപ്പ് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ റഷ്യ ട്രംപിൻ്റെ സുഹൃത്തും ആയിപ്പോയി. ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് യൂറോപ്പിൻ്റെ ശത്രുവായിട്ട് മാറി. ജിയോ പൊളിറ്റിക്സിൽ വലിയ ചേഞ്ച് ഉണ്ടായത് യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കി. വലിയ മാറ്റം വന്നു, ലോകക്രമത്തിൽ വലിയ മാറ്റം വന്നു ട്രംപ് വന്നതോടുകൂടി. അപ്പോൾ വ്യോമ പ്രതിരോധം, മിസൈൽ വേദ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ ഇല്ലേ, ഇതിലൊക്കെ ശക്തി വേണം. യൂറോപ്പിന് അതൊന്നും ഇല്ല. ഇത് അമേരിക്ക ഒട്ട് കൊടുക്കാനും പോകുന്നില്ല ഇനി. അപ്പോൾ സ്വന്തം വഴി തേടണം എന്ന് യൂറോപ്പ് മനസ്സിലാക്കി. ട്രംപ് അത് പറഞ്ഞിട്ടുമുണ്ട്. അമേരിക്ക ഇല്ലാത്തൊരു സുരക്ഷാ ചട്ടക്കൂട് അല്ലേ, ഒരു പട്ടാള കവചം യൂറോപ്പിന് ആവശ്യമുണ്ട്. അപ്പോൾ അറ്റ്ലാന്റിക്കിനപ്പുറം ഒരു പങ്കാളി യൂറോപ്പിന് വേണം എന്ന് യൂറോപ്പ് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഈ ഉർസുലയുടെ സന്ദർശനം സൈനിക തലത്തിലും പ്രാധാന്യം ഏറുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം വളരുകയാണ്, ആയുധ കച്ചവടമൊക്കെ വളരുന്നു, നമ്മൾ സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ യൂറോപ്പിന് ഈ ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കാനും ഇന്ത്യയുടെ സഹായം ആവശ്യമുണ്ട്, ടെക്നോളജി. അപ്പോൾ ആ സഹായം കൂടി തേടിക്കൊണ്ടായിരുന്നു ഇവരുടെ വരവെന്ന് പ്രതിരോധ ജേണലുകളിൽ കാണാം. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻ്റായിട്ട് ഉർസുല ചുമതലയേറ്റത് ഡിസംബറിലാണ്. കമ്മീഷണർമാർ ഒന്നിച്ച് ആദ്യമായിട്ടാണ് യൂറോപ്പിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത്, അതും ഇന്ത്യയിലേക്ക്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ കച്ചവടം ട്രേഡ് ആൻഡ് ടെക്നിക്കൽ കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അതിൻ്റെ യോഗം ഉടനെ ചേരും. ജനുവരി 21 ഡാവോസിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ട്രേഡ് ആൻഡ് ടെക്നിക്കൽ കൗൺസിലിൻ്റെ മീറ്റിംഗ് ഉടനെ ചേരും. ഈ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ഉച്ചകോടി വരികയാണ് എന്ന് പറഞ്ഞാൽ പഴയ പോലെ അല്ല. ഇപ്പോൾ ലോകക്രമത്തിൽ ഇന്ത്യക്ക് വലിയ സ്ഥാനം വരുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് ബോഡി, അതാണ് ഈ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രസിഡൻ്റാണ് വന്നത്. നിയമമുണ്ടാക്കൽ, യൂറോപ്യൻ യൂണിയൻ്റെ ബജറ്റ് തയ്യാറാക്കൽ ഒക്കെ യൂറോപ്യൻ യൂണിയൻ കൗൺസിലിൻ്റെ ചുമതലയാണ്. ഇൻഡോ പസഫിക്കിൽ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ 80% ലോകത്തിൻ്റെ കച്ചവടം ഈ വഴിയാണ് പോകുന്നത്. അതാണ് ഈ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ സുരക്ഷയ്ക്ക്, പ്രാദേശിക സുരക്ഷയ്ക്ക് ഇന്ത്യയുടെ പങ്കാളിത്തം അനിവാര്യമാണ്, റീജിയണൽ സെക്യൂരിറ്റി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ സ്വതന്ത്ര വ്യാപാര കരാർ 2 പതിറ്റാണ്ടുകളായിട്ട് നോക്കുന്നുണ്ടല്ലോ, ആ എഗ്രിമെൻറ്റും കൂടി വരാൻ സാധ്യതയുണ്ട്. 2024 ജനുവരിയിൽ യൂറോപ്യൻ പാർലമെൻറ്റ് പറഞ്ഞിരുന്നു, കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ, ഇന്ത്യയുമായിട്ടുള്ള പങ്കാളിത്തം പൂർണ്ണശേഷിയിൽ എത്തിയിട്ടില്ല, പൊട്ടൻഷ്യൽ.
അതിലേക്ക് വരണം എന്ന് പറഞ്ഞിരുന്നു. ട്രംപ് യൂറോപ്യൻ സ്റ്റീലിനും അലൂമിനിയത്തിനും 25% തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ചൈന താരിഫ് യുദ്ധം വേറൊരു വഴിക്ക് നടക്കുന്നു. ചൈനയും താല്പര്യമില്ല യൂറോപ്പിന്. പിന്നെ ഇന്ത്യയുമായിട്ട് സെമി കണ്ടക്ടർ, ഇന്ത്യക്ക് ആ മേഖലയിൽ കുറച്ച് 3% ഉള്ളൂ, വീക്കാ വളരെ ചൈനയൊക്കെ അപേക്ഷിച്ച്. അപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് സെമി കണ്ടക്ടർ ട്രേഡിലേക്ക് പോകാനായിട്ട് കരാറൊപ്പിട്ടിട്ടുണ്ട്, MOU. പിന്നെ ഗൾഫ് ഓഫ് ഏഡൻ, ഗൾഫ് ഓഫ് ഗിനി, അവിടെ യൂറോപ്യൻ യൂണിയനുമായിട്ട് സംയുക്ത അഭ്യാസങ്ങൾ ഇന്ത്യ നടത്തി, സൈനിക മേഖലയിൽ തന്നെ. ചെങ്കടലിൽ നമ്മുടെ 12 യുദ്ധക്കപ്പലുകളുണ്ട് ഹൂത്തി ആക്രമണത്തിന് തടയാൻ. 2023 യൂറോപ്യൻ യൂണിയൻ്റെ ആദ്യത്തെ മിലിറ്ററി അറ്റാഷയെ ഇന്ത്യയിൽ നിയമിച്ചു 2023. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പരിപാടികളായിരുന്നു. അതെ, ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി ഒക്കെ ആയിട്ട് നമ്മൾ സംയുക്ത നിർമ്മാണ സംരംഭങ്ങൾ ആയുധങ്ങളുടെ ഒക്കെ വരാൻ പോകുന്നു. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുമായിട്ട് ഒരു പ്രതിരോധ സഹകരണ കരാർ, ഉടമ്പടി, സെക്യൂരിറ്റി പാക്ട് വരാൻ പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ യൂറോപ്പിന് ഒരു പ്രതിരോധ കവചം ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്ക് വന്നിരിക്കുന്നു അല്ലേ? അപ്പോൾ അമേരിക്കയുടെ ഒരു പകരക്കാരനെ ഇന്ത്യ മാറുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയ കാര്യമല്ലല്ലോ. ഒട്ടും ചെറുതല്ല. പ്രതിരോധ കാര്യങ്ങളിൽ, സൈനിക കാര്യങ്ങളിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.